ഹായ് ഓൾ, വെൽക്കം ടു നെക്സാ ഗ്ലോബൽ. ദിസ് ഈസ് അനുശ്രീ ഹിയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിന്റെ 7th മൊഡ്യൂൾ ആണ്. ഡെവലപ്മെന്റ് ഓറിയന്റഡ് പ്രീ പ്രൈമറി ആക്ടിവിറ്റീസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഈ സബ്ജക്റ്റിലെ അവസാനത്തെ ചാപ്റ്റർ ആണിത്. അപ്പൊ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ്. അപ്പോൾ നമുക്കതില് നിങ്ങൾ ഓൾറെഡി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ക്ലാസ്സിന്റെ. അപ്പൊ അതിൽ PPT നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പറയുന്നത് ഡെവലപ്മെന്റ് ഇൻ മോണ്ടിസോറി മെത്തേഡ്സ്. ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മോണ്ടിസോറി മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാം എന്നുള്ളതാണ് ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. ദി മോണ്ടിസോറി മെത്തേഡ് എംഫസൈസ് ഡെവലപ്മെന്റ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് ചൈൽഡ്സ് ലൈഫ്. This presentation will introduce the 5 main types of development and how the applied Montessori kids. എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഏതൊക്കെയാണ്, അതിലെ മോണ്ടിസോറി ആക്ടിവിറ്റീസ് നമുക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു പ്ലേ ഗ്രൗണ്ട് ഗെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി എങ്ങനെയാണ് അതിൽ നമ്മളൊരു എല്ലാവരും ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് വിൻ ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഒരു നമുക്ക് അവിടെ ഒരു സോഷ്യൽ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിങ്കിൾ ചെയ്യാനും അല്ലെ, ഫ്രണ്ട്ഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ്ലി എന്താണ്, അവിടെ അതിന് റൂൾസ് ഉണ്ട് അല്ലെ. ഒരു ഗെയിമിന് അതിൻ്റെതായ റൂൾസ് ഉണ്ടാവും. അപ്പൊ ആ റൂൾസ് മനസ്സിലാക്കി അവരത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ ഫോളോ ചെയ്തിട്ടാണ് അല്ലെ അവിടെ അവർക്കൊരു മോട്ടോർ ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗെയിമിൽ തന്നെ അവർ പിന്നെന്താ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗെയിമിൽ തന്നെ അവർക്ക് പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് കടക്കാം. ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻ മോണ്ടിസോറി കിഡ്സ്. എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫിസിക്കലി ഉള്ള ശാരീരികപരമായിട്ടുള്ള വളർച്ച എന്തൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, എക്സസൈസസ് ലൈക്ക് ജോഗിങ്, വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, പ്ലേയിങ് ഗെയിംസ് എക്സെട്ര can be prescribed by teacher for developing coordination and balance. Yoga exercise will also be beneficial. എക്സസൈസ് ഏതൊക്കെയാണ്, ജോഗിങ് ആയാലും വാക്കിംഗ് ആയാലും റണ്ണിങ് ആയാലും ജമ്പിങ് ആയാലും എല്ലാം തന്നെ എന്താണ് അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കോർഡിനേഷൻ ആൻഡ് ബാലൻസ് അല്ലെ, അവർക്ക് ആ ഒരു കോർഡിനേഷനും ബാലൻസും അവിടെ ഉണ്ടാവുന്നുണ്ട്. യോഗ എക്സസൈസ് എന്താണ്, ഫിസിക്കലി അവർക്ക് ഫിറ്റ് ആയിട്ടിരിക്കാനും ഫിസിക്കലി അവർക്ക് അവരുടെ മസ്കുലാർ മൂവ്മെന്റിനും അവരുടെ ലിംസിന്റെ മൂവ്മെന്റിനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. Exercises useful for muscular development. Physical activities of different types which permit free movement of limbs can be encouraged. അതേപോലെ തന്നെ അവരുടെ മസിൽസിന്റെയും ലിംസിന്റെയും ഒക്കെ ഫ്രീ മൂവ്മെന്റിനും ഈ ഫിസിക്കൽ എക്സസൈസസ് അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ മോണ്ടിസോറി കിഡ്സ്. എങ്ങനെയാണ് അവർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് എന്താ, കോപ്പറേറ്റീവ് പ്ലേ അല്ലെ. നമ്മൾ കളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പ് വിജയിക്കണം എന്നുള്ളൊരു മോട്ടീവിലാണ് നമ്മൾ എല്ലാവരും കളിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, എല്ലാ ഗ്രൂപ്പർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്നത് നോക്കിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെയൊക്കെ എന്താണ് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. All types of group work, playing group games, sports, etc. Group songs, group dance, exercises എല്ലാത്തിലും എന്താണ് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അഡൽട്ട് ചൈൽഡ് റിലേഷൻഷിപ്പ്, celebration of important days, പിക്നിക്സ്, എക്സ്കർഷൻ എക്സെട്ര, മാസ് പ്രേയേഴ്സ്, മോർണിംഗ് അസംബ്ലീസ്. ഇവിടെ എല്ലാം തന്നെ എന്താ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ലോങ് ഈ സ്കൂൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് സൊസൈറ്റിയിൽ കാണിക്കുന്നതും നമ്മുടെ എല്ലാവരോടും നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള എല്ലാം നമ്മൾ പഠിച്ചത് സ്കൂളിൽ നിന്നാണ്. അപ്പൊ എന്താ സെലിബ്രേഷൻസിൽ എങ്ങനെയാണ്, ഓരോ പിക്നിക്കിന് പോകുമ്പോൾ എങ്ങനെയാണ്, എക്സ്കർഷന് പോകുമ്പോൾ എങ്ങനെയാണ്, മാസ് പ്രേയേഴ്സിൽ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം തന്നെ എന്താണ് ഈ ഒരു കളികളിലൂടെ തന്നെ അവർ പഠിക്കുന്നുണ്ട്.
പിന്നെ ഇമോഷണൽ അവയർനെസ്. മോണ്ടിസോറി ക്ലാസ് റൂം എൻകറേജ് ചിൽഡ്രൻ ടു എക്സ്പ്രസ് ദെയർ ഇമോഷൻസ് ആൻഡ് എംപത്തൈസ് വിത്ത് അതേഴ്സ്. അല്ലെ, നമുക്ക് എന്താ സ്നേഹമാണേലും ദേഷ്യമാണേലും എല്ലാം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടും ടീച്ചേഴ്സിനോടും ആയാലും ഒക്കെ തന്നെ എന്താണ് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ റൈറ്റ് ഡയറക്ഷനിൽ അവരുടെ ഇമോഷൻസിനെ വഴിതിരിച്ചു വിടാനായിട്ട് ആർക്ക് സാധിക്കണം? ടീച്ചറിന് സാധിക്കണം. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ ചില കുട്ടികൾ എന്താണ് വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല, പിന്നെ അങ്ങനെ ഒരു രീതിയിൽ ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു അപ്രോച്ച് നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളിൽ വളർത്തരുത്. അല്ലെ, അവർ ഫ്രണ്ട്സ് ആണ്, പറഞ്ഞ് സോൾവ് ചെയ്തു, സോറി പറഞ്ഞു, അങ്ങനെ എന്താണ് ആ ഒരു പ്രശ്നത്തെ അവിടെ സോൾവ് ചെയ്ത് വിടാനായിട്ട് പറ്റണം. പിന്നെ കമ്മ്യൂണിറ്റി സർവീസസ്, ഈറ്റിംഗ് ടുഗദർ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി. അല്ലെ, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഒരാൾക്ക് ഇപ്പൊ എന്താ ഒരു പെന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, നമ്മൾ എന്താ അവർക്ക് പെൻ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ. നമ്മൾ എല്ലാവരും സോഷ്യൽ ആനിമൽ ആണ്. നമുക്ക് എല്ലാവരുടെക്കും മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിലെല്ലാം തന്നെ ഈ ഒരു കോപ്പറേഷനും ഈ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും കുഞ്ഞുങ്ങളെ സഹായിക്കും. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ മോണ്ടിസോറി കിഡ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലോജിക്കൽ ആൻഡ് റാഷണൽ തിങ്കിങ്, റീസണിങ്, എസ്റ്റാബ്ലിഷിംഗ് കോസ്റ്റ് ആൻഡ് എഫക്ട് റിലേഷൻ എക്സെട്ര. അല്ലെ, നമ്മൾ ഒരു കാര്യം ആലോചിച്ച് അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കാനും എന്താണ് അതിന്റെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, അതിന്റെ കാരണവും അതിന്റെ റീസണും അതിന്റെ എഫക്റ്റും ആഫ്റ്റർ എഫക്റ്റും ഒക്കെ തന്നെ മനസ്സിലാക്കാനും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വഴിയാണ് നമ്മൾക്ക് അതൊക്കെ പറ്റുന്നത്. അപ്പൊ അത് ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളർത്താം എന്നുള്ളത്, ഡെവലപ്മെന്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. കൺസ്ട്രക്റ്റീവ് അറേഞ്ച്മെന്റ്സ് ഓഫ് ക്യൂബ്സ്, സിലിണ്ടേഴ്സ്, സ്ട്രിങ്സ് എക്സെട്ര. അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ വരും. നമ്മൾ എങ്ങനെയാണ് ക്യൂബ്സ് കൃത്യമായിട്ടും അതിന്റെ ഡയമീറ്റർ ഹൈറ്റും ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നത് വഴി. പിന്നെ യൂസിങ് അബാക്കസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് അങ്ങനെ ഒരു കണക്ക് പെട്ടെന്ന് കൂട്ടാനും ഒരു ലോജിക്കൽ തിങ്കിങ്ങിനും ഒക്കെ സഹായിക്കും. കൗണ്ടിങ് കോയിൻസ്, കറക്റ്റ് ആയിട്ട് കോയിൻസ് കൗണ്ട് ചെയ്യുന്നത് വഴി. നെയിമിംഗ് ദി പിക്ചർ ഓഫ് ആനിമൽസ്, ബേർഡ്സ്, ഫ്ലവേഴ്സ് എക്സെട്ര. ആനിമൽസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ തന്നെ പിക്ചർ നോക്കിയിട്ട് അതിന്റെ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. സോൾവിങ് പസിൽസ് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വേണം. പിന്നെ നമ്മൾ ആ ഐഡിയ യൂസ് ചെയ്തിട്ടാണ് അല്ലെ, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ആ ആക്ടിവിറ്റി ചെയ്യുന്നത്. കംപ്ലീഷൻ ഇൻ സേയിങ് വാട്ട് ഈസ് ഹിഡൻ, ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടെത്തുക. അതിലൂടെയൊക്കെ തന്നെ നമുക്ക് എന്താ ഈ ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ മോണ്ടിസോറി കിഡ്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് ടു വിച്ച് ചൈൽഡ് ടു എക്സ്പ്ലോർ. എന്താണ് അവരുടെ ഭാഷ. അല്ലെ, നമുക്ക് മോണ്ടിസോറിയിൽ കോമൺലി പറയുന്ന ഇംഗ്ലീഷ് ആണ്. പിന്നെ നമ്മുടെ എന്താണ് ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ ഏതാണോ നമ്മുടെ ഇപ്പൊ മലയാളീസിന്റെ എങ്ങനെയാ, നമുക്ക് മലയാളമാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അങ്ങനെ ഏതാണ് നമ്മുടെ കൾച്ചറിലെ റിലേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എന്നുള്ളത്. അപ്പൊ എക്സ്പ്ലെയിനിങ് പിക്ചേഴ്സ്, നമുക്ക് ഓരോ പിക്ചർ കണ്ടിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിപ്പോ ഇംഗ്ലീഷ് ആണ്, മലയാളമാണ്, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജ് ആണ് എന്നുള്ളത്. പിന്നെ സിംഗിങ് സോങ്സ് ഇൻ ഗ്രൂപ്പ്സ്, നമുക്ക് ഗ്രൂപ്പായിട്ട് പാട്ട് പാടാം. സ്പെല്ലിംഗ് ഗെയിംസ് ഇൻ ഡിഫറെന്റ് ടൈപ്സ്. അല്ലെ, ഓരോ വാക്കിന്റെയും സ്പെല്ലിംഗ് പറയുന്നത് വഴി നമുക്ക് എന്താ നമ്മുടെ വൊക്കാബുലറി ഒക്കെ തന്നെ വർദ്ധിക്കും. റെസിറ്റൈൻ നേഴ്സറി റൈംസ് വിത്ത് ആക്ഷൻ, നമുക്ക് എന്താ ആക്ഷൻ സോങ്സ് ഒക്കെ ചെയ്യുന്നത് വഴി. റീഡിങ് ഔട്ട് ഓഫ് ദി നെയിംസ് ഓഫ് ആനിമൽസ്, ട്രീസ്, പ്ലാന്റ്സ് എക്സെട്ര. അല്ലെ, നമുക്ക് ട്രീസിന്റെയും ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഒക്കെ തന്നെ പേര് വായിക്കുന്നത് വഴി. റിപ്പീറ്റിംഗ് സ്റ്റോറീസ് ടോൾഡ് ബൈ ടീച്ചർ, ടീച്ചർ പറഞ്ഞ കഥ പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താ അവരത് ഓർത്ത് അത് അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഓൺ സ്റ്റോറീസ്, അല്ലെ, കഥ പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കുഞ്ഞുങ്ങളോട് ചോദിക്കാവുന്നതാണ്. മോട്ടോർ ഡെവലപ്മെന്റ് ഇൻ മോണ്ടിസോറി കിഡ്സ്. എങ്ങനെ മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്? അല്ലെ, മേക്കിംഗ് മോഡൽസ് ഓഫ് ആനിമൽസ്, പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് യൂസിങ് പേപ്പേഴ്സ് എക്സെട്ര. എന്താണ് നമുക്ക് ആനിമൽസിന്റെ മോഡൽ ഉണ്ടാക്കാം. പേപ്പർ യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സിന്റെ മോഡൽ, പ്ലാന്റ്സിന്റെ മോഡൽ എല്ലാം തന്നെ ഉണ്ടാക്കാം. ക്രാഫ്റ്റ് വർക്ക് സച്ച് ആസ് ബാസ്കറ്റ് മേക്കിംഗ്, ടോയ് എക്സെട്ര. എന്താണ് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ തന്നെ ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഹോൾഡിംഗ് ക്രയോൺ, പെൻസിൽ എക്സെട്ര പ്രോപ്പർലി ഇൻ ഹാൻഡ്, ഡ്രോയിങ് ആൻഡ് റൈറ്റിംഗ്. എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പേന പിടിക്കേണ്ടത് എങ്ങനെയാണ്, പെൻസിൽ പിടിക്കേണ്ടത് എങ്ങനെയാണ്, ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാ, അതിലെന്താ നമ്മൾ പ്രോപ്പർ മാനേഴ്സ് എല്ലാം തന്നെ പഠിക്കുന്നത് ഈ ഒരു മോട്ടോർ ഡെവലപ്മെന്റ് വെച്ചിട്ടാണ്. പേസ്റ്റിംഗ് പിക്ചേഴ്സ് ഇൻ ആൽബംസ്, കൊളാഷ് വർക്ക്, പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ അതിനൊക്കെ തന്നെ എന്താ നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. നമ്മൾ ഫസ്റ്റ് കഴിക്കുമ്പോൾ എല്ലായിടത്തും ഫുഡ് പോകും. പിന്നെ പേനയെല്ലാം നമ്മൾ ഇങ്ങനെ കുത്തി പിടിച്ചിട്ടായിരിക്കും എഴുതുന്നതൊക്കെ. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ അത് എങ്ങനെയാണെന്നുള്ളത് ടീച്ചേഴ്സ് ഒക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എല്ലാവരും പറയുന്ന രീതിയിൽ അത് ഫോളോ ചെയ്തിട്ടാണ് അല്ലെ
നമുക്കറിയാം കുഞ്ഞിലെ നമ്മൾ പേന പിടിക്കുന്നതായാലും ഫുഡ് കഴിക്കുന്നതൊക്കെ രണ്ട് കൈ കൊണ്ട് കഴിക്കും. ചെരുപ്പിടുന്നതാണെങ്കിലും എപ്പോഴും എന്താ മറിച്ചും തിരിച്ചും ഇടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ മോട്ടോർ ഡെവലപ്മെന്റ് വഴിയാണ് നോർമൽ ലെവലിലോട്ട് എല്ലാവരും ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ ആ ഒരു പ്രാക്ടീസിലൂടെയാണ് എത്തുന്നത്. അതിനൊക്കെ തന്നെ എന്താ ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതിലൊരു കൺക്ലൂഷൻ കൂടെ പറയുന്നുണ്ട്. ഒപ്റ്റിമൽ ഡെവലപ്മെന്റ്. By respecting each child's unique potential and peace, teachers create an environment where the children can thrive and reach their full potential. അല്ലെ, ഓരോ കുഞ്ഞുങ്ങളും യുണീക്ക് ആണ്. എല്ലാ കുഞ്ഞുങ്ങളും സ്പെഷ്യൽ ആണ്. അവർക്കുള്ള കഴിവുകളും എല്ലാം തന്നെ സ്പെഷ്യൽ ആവും. അപ്പൊ എന്താണ് അത് ഐഡന്റിഫൈ ചെയ്ത് അതിന് ആ ഒരു ഡെവലപ്മെന്റ് അവർക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അത് ഓവർകം ചെയ്യാനും ടീച്ചർ എന്നുള്ള നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇന്റഗ്രേറ്റഡ് ലേണിംഗ്. ബൈ integrating physical, social, cognitive, language and motor development, teachers provide solid foundation for lifelong learning. നമ്മൾ ഈ ഒരു എല്ലാ ഡെവലപ്മെന്റിനും കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റീസിലൂടെ സോഷ്യൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, മോട്ടോർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഡെവലപ്മെന്റ്സിലുള്ള ആക്ടിവിറ്റീസ് അതിനെല്ലാം തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, അതെല്ലാം തന്നെ ഡെവലപ്മെന്റ്സ് സംഭവിക്കാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ അതിൽ അവരുടെ ഒരു ലൈഫ് ലോങ് ഫൗണ്ടേഷൻ ആണ്. ഏറ്റവും ബേസിക് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അവർക്ക് ഈ ഒരു എല്ലാ ഡെവലപ്മെന്റ്സിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റീവ് എക്സ്പ്ലോറേഷൻ. By fostering creativity, children learn to think outside the box and find new ways to solve problems and express themselves. അല്ലെ, അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലന്റ് പുറത്തു കൊണ്ടുവരാനായിട്ടും ഈ ആക്ടിവിറ്റീസ്, ഈ പസിൽസ് ആയിക്കോട്ടെ, ക്രാഫ്റ്റ് വർക്ക് ആയിക്കോട്ടെ, റൈംസ്, ഡാൻസ്, ഫിസിക്കൽ എക്സസൈസ്, ഇതിലെല്ലാം തന്നെ എന്താണ് അവർക്ക് ഏതിലാണ് പൊട്ടൻഷ്യൽ എന്ന് പുറത്തു കൊണ്ടുവരാനും കൂടെ സഹായിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. ഇപ്പൊ പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിൽ സ്കൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്കൂളിന്റെ ബിൽഡിംഗ് എങ്ങനെ വേണം, ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടീസ് എങ്ങനെയാണ്, എക്യുപ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പാരന്റ്സിന്റെയും കമ്മ്യൂണിറ്റിയുടെയും റോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സിലൂടെ പാരന്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം, ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എന്താ മോണ്ടിസോറി കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഓൾ.